കോൺഗ്രസിന് അറിയാൻ പുറത്താക്കിയാൽ ഒറ്റയ്ക്കല്ല പുറത്തു പോവുക എന്നുള്ളത്. ഉറപ്പായിരിക്കും. ഒരു സംഘത്തിനെ കൊണ്ടുപോകാൻ ഉള്ള സാധ്യത ഉണ്ട്. അതാണ് തരൂരിനെ പുറത്താക്കിയാലുള്ള ഭയം, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെ വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ, എത്ര വിമതരാണ്. സീറ്റ് കിട്ടാത്തവർ മുഴുവൻ വിമതരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പം എന്തായാലും 250ഓളം KPCC ഭാരവാഹികൾക്ക് സ്ഥാനം കൊടുക്കാൻ, MLA സ്ഥാനം കൊടുക്കാൻ പറ്റില്ലല്ലോ. ഏറിയാൽ 90, അതിൽ കൂടുതൽ 140 ഘടകകക്ഷികളിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. 90 തന്നെ അത്ഭുതമാണ് കിട്ടിയാൽ. 90 സീറ്റ് കോൺഗ്രസിന് കിട്ടിയാൽ തന്നെ എത്ര പേർക്ക് സീറ്റ് കൊടുക്കാൻ കഴിയും? ബാക്കിയുള്ള വിമതരും വിമർശിച്ച് നിൽക്കുന്നവരും സ്വതന്ത്രനായിട്ട് നിൽക്കാൻ പോകുന്നവനും തരൂർ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടെ നിന്നാൽ എന്താ കുഴപ്പം? NDAയുടെ വോട്ടും സപ്പോർട്ടും പണവും എല്ലാം കിട്ടും, ഇലക്ഷന് സുഖമായിട്ട് നിൽക്കുകയും ചെയ്യാം. അപ്പം അതുകൊണ്ട് തരൂർ ചിലയ്ക്കുമ്പോൾ ചില വശക ചിലയ്ക്കും പോലെയാണെന്ന് പറയുന്നത്. എല്ലാ പക്ഷിക്കും ചിലയ്ക്കാം, പക്ഷെ വശക ചിലച്ചാൽ കുഴപ്പമാണ്. അത് എന്തോ അശനിപാതം കൊണ്ടുവരുന്നു എന്നാണ് പല അമ്മൂമ്മമാർ പറയും. മിണ്ടാതെ പോ, വലിയ ദോഷം ഉണ്ടാക്കുന്നതാണ് മരത്തിരുന്ന് ചിലയ്ക്കുന്നത് എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനത്തെ ഒരു സാധനമാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും തുഞ്ചത്തെ ശിഖരത്തിലിരുന്ന് ചിലയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നത്, നരേന്ദ്രമോദി വാ പൊളിച്ചാൽ വികസനമേ പറയൂ, ആ വികസന നായകനെ കണ്ടിട്ട് എനിക്ക് രോമാഞ്ചം കൊള്ളുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഇപ്പം കോൺഗ്രസും പിന്നെ അതിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും KC വേണുഗോപാലും അടക്കം പറയുന്നത് വികസനമൊന്നും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ചോരിയാണ് നടത്തുന്നത്. വോട്ട് ചോരി മുതലുള്ള ചോരിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അമേരിക്കയെ കാണുമ്പോൾ പേടിച്ചോടുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ശശി തരൂർ വലിയ വായിൽ അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.